ഒരു കാലത്ത് ബിർളയുടെ ഗ്രാസിം എന്ന വ്യവസായ ഭീമനിൽ ഒരുമിച്ച് തൊഴിലെടുത്തവർ, ഒരു ചുമരിന്റെ അപ്പുറവും ഇപ്പുറവും താമസിച്ചവർ, ഫാക്ടറി അടച്ചുപൂട്ടിയപ്പോൾ പല വഴിക്ക് പിരിഞ്ഞുപോയവർ, കോഴിക്കോട് മാവൂരിലെ ഗ്രാസിം ഫാക്ടറിയിലെ ഫൈബർ ഡിവിഷനിലെ പവർ ഹൗസിൽ ജോലി ചെയ്ത 300ഓളം പേരാണ് 25 വർഷങ്ങൾക്കിപ്പുറം പഴയ ഓർമ്മകൾ പുതുക്കാൻ ഒത്തുചേർന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതിരാവിലെ തന്നെ മാവൂരിലെത്തിയ എല്ലാവരുടെയും മനസ്സിൽ ഫാക്ടറിയിലെ ഉച്ചത്തിലുള്ള ആ പഴയ സൈറൻ മുഴങ്ങി. മനസ്സ് നന്നേ ചെറുപ്പമാണെങ്കിലും മിക്കവരും പ്രായത്തിന്റെ അവശതകൾക്ക് നടുവിലായിരുന്നു. ഏറെക്കാലത്തിനു ശേഷം വീണ്ടും നേരിട്ട് കണ്ടപ്പോൾ എല്ലാവരിലും ഗ്രാസിം ഫാക്ടറിയിലെ പഴയ ഓർമ്മകൾ തെളിഞ്ഞു. ഇവിടെ വർക്ക് ചെയ്ത പല ആൾക്കാരും മുഖം കൊണ്ട് മനസ്സിലാക്കിയില്ലെങ്കിലും പേരുകൊണ്ട് എല്ലാവരെയും ഓർമ്മയുണ്ടായിരുന്നു. ആൾസോ ബൈ നമ്പർ. ഈ നമ്പർ ഓരോരുത്തരുടെ കാർഡ് നമ്പർ വെച്ചിട്ട് എല്ലാവരെയും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഇവരൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു വളരെ സന്തോഷമായ ഒരു ദിവസമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സഹായത്തോടെ ജോലി ചെയ്തിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങളുടെ കൂടെ ജോലി താഴെയുള്ളവരായിരിക്കും, ചിലപ്പോൾ മേലെയുള്ളവരായിരിക്കും, ചിലപ്പോൾ അവരായിട്ട് വഴക്കുന്നുണ്ടാവും എന്നാലും, പക്ഷേ അവരെല്ലാം കാര്യങ്ങൾ കമ്പനിക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ച് സ്നേഹിച്ചും ഒക്കെ ജോലി ചെയ്യുന്നു. ജീവിതത്തിന്റെ നല്ല നാളുകൾ മുഴുവൻ ചിലവഴിച്ച ഫാക്ടറി പൊളിച്ചു നീക്കിയത് മിക്കവരുടെയും മനസ്സിന് ഇന്നും നോവാണ്. കമ്പനി ഇപ്പം അടച്ചു പൂട്ടിയിട്ട് കാട് കൂട്ടി കിടക്കുകയാണ്. അതെങ്ങനെയെങ്കിലും തുറന്നു കിട്ടി എന്തെങ്കിലും വേറെ ഒരു സ്ഥാപനം നടത്തിയാൽ വരും തലമുറയ്ക്ക് അതിൻ്റെ ഗുണം കിട്ടും. ഇനി അതല്ല, ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഞങ്ങൾക്ക് പറയാലോ, ഞങ്ങൾ സ്ഥാപനമാണ്, ഞങ്ങൾക്ക് അവിടെ പോവുകയും ചെയ്യാലോ കാണുകയും ചെയ്യാലോ. അതൊന്നും ഇല്ലാത്തൊരു വിഷമം മനസ്സിലുണ്ട്. കമ്പനി കാണുന്നതിന് ഭയങ്കര വിഷമം തോന്നും. കുടുംബവും കൊച്ചുമക്കളുമായാണ് ഗ്രാസിം ഫാക്ടറിയിലെ പഴയ തൊഴിലാളികൾ മാവൂരിലെത്തിയത്. ഗ്രാസിമിന്റെ പ്രതാപകാലത്തെ ഓർമ്മ പുതുക്കലിന് പുറമെ പാട്ടും കളിയും ചിരിയും എല്ലാമായി പഴയ കൂട്ടായ്മയുടെ ഒത്തുചേരൽ എല്ലാവർക്കും വേറിട്ട അനുഭവമായി. ഗ്രാസിം ഫാക്ടറിയുടെ സ്ഥാനത്ത് പുതുതലമുറയ്ക്ക് വേണ്ടി നല്ലൊരു തൊഴിൽ സാധ്യത വേണമെന്ന ആവശ്യമാണ് കൂട്ടായ്മ ഉയർത്തിയത്. ഒപ്പം ജീവിതം കരുപ്പിടിപ്പിച്ച മാവൂരിന്റെ മണ്ണിൽ ഇനിയും ഇതുപോലുള്ള ഒത്തുചേരലുകളിലൂടെ വീണ്ടും ഒരുമിക്കാമെന്ന പ്രതീക്ഷയോടെയാണ് എല്ലാവരും മടങ്ങിയത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.